ഹായ് ഗൈസ്. സോ ഇന്ന് നമ്മൾ പ്ലാൻ ചെയ്യുന്നൊരു പുതിയൊരു പ്രൊജക്റ്റ് ഒന്ന് കിക്ക് സ്റ്റാർട്ട് ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത്. സോ അതിൻ്റെ പേര് തൽക്കാലം ഞാൻ കൊടുക്കുന്നത് മോൺസ്റ്റർ കില്ലർ ഗെയിം എന്നാണ്. ഒരു ചെറിയൊരു ഗെയിം പോലെയാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. സോ ബ്രൗസർ സൈഡ് ജാവാസ്ക്രിപ്റ്റ് ഉപയോഗിച്ച് സിമ്പിളായിട്ട് നമുക്ക് ഒരു ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് പ്രാക്ടീസ് ചെയ്യാനും ലോജിക് ബിൽഡ് ചെയ്യാനും ഉള്ള പെർഫെക്റ്റ് പ്രൊജക്റ്റാണ് ഇത്. സോ അതിന് വേണ്ടിയിട്ടാണ് ഞാനത് യൂസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഈ പ്രൊജക്റ്റ് ഞാനിവിടെ എൻ്റെ ഗിറ്റ്ഹബിൽ ഇട്ടിട്ടുണ്ട്. ലൈക്ക് github.com/mainstreaching/jsplay എന്ന് പറഞ്ഞ് കൊടുത്താൽ മതി, നിങ്ങൾക്ക് കിട്ടും. ഈ ലിങ്ക് നിങ്ങൾക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് കമൻസിൽ മെൻഷൻ ചെയ്താൽ ഞാനത് ലിങ്ക് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. ഓക്കെ. സോ ഇതിൽ നിങ്ങൾക്ക് ഗിറ്റ് അറിയുന്നവർ ക്ലോൺ ചെയ്തെടുക്കുക, അറിയാത്തവർ ഡൗൺലോഡ് ചെയ്തിട്ട് സിപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് എക്സ്ട്രാക്ട് ചെയ്തിട്ട് അത്ര ചെയ്താൽ മതി. എന്നിട്ട് ഇത് ഡൗൺലോഡ് ചെയ്യുക അല്ലെങ്കിൽ ക്ലോൺ ചെയ്ത് പ്രൊജക്റ്റ് കിട്ടിയ ശേഷം എന്താ വെച്ചാൽ VS കോഡിൽ ഇതൊന്ന് ഓപ്പൺ ചെയ്യണം. ഓക്കെ. സോ ഞാൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക, എന്നിട്ടത് ഗിറ്റ് അറിയണവർ ക്ലോൺ ചെയ്തെടുക്കുക. ഗിറ്റ് അറിയാത്തവരാണെങ്കിൽ കോഡ് ഇവിടെ ക്ലിക്ക് ചെയ്താൽ ഡൗൺലോഡ് സിപ്പ് ഉണ്ട്, ഇത് സിപ്പ് ഡൗൺലോഡ് ചെയ്തെടുക്കുക. എന്നിട്ട് നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഒന്ന് എക്സ്ട്രാക്റ്റ് ചെയ്യുക. ഈ സിപ്പ് എടുക്കുകയാണെങ്കിൽ എക്സ്ട്രാക്റ്റ് ചെയ്യുക, എന്നിട്ട് VS കോഡിൽ ഓപ്പൺ ചെയ്യുക. ഓക്കെ. സോ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ രണ്ട് ഫയൽസ് ബേസിക്കലി കാണാൻ പറ്റും. ഒന്ന് അസറ്റ്സും ഒന്ന് ഇൻഡെക്സ് എന്നും പറഞ്ഞ് കാണാൻ പറ്റും. സോ അസറ്റ്സിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ രണ്ട് ഫയൽസ് ഉണ്ട്, app.jsഉം vendor.jsഉം പിന്നെ style CSSഉം പിന്നെ index.html ഉണ്ട്. സോ ഇവിടെ ബേസിക്കലി ഞാനത് index.html റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഇവിടെ രണ്ട് ഹെൽത്ത് ബാറാണ്. ഇതൊരു ഹെൽത്ത് ബാറാണ് ആക്ച്വലി. സോ ഒന്ന് മോൺസ്റ്ററിൻ്റെ ഹെൽത്തും പിന്നെ ഒന്ന് പ്ലെയറുടെ ഹെൽത്താണ് കാണിക്കുന്നത്. പിന്നെ ഇതിൻ്റെ താഴെ നമുക്ക് 4 ബട്ടണും കാണാൻ പറ്റും. എന്തൊക്കെയാണെന്ന് വെച്ചാൽ അറ്റാക്ക്, സ്ട്രോങ് അറ്റാക്ക്, ഹീല്, പിന്നെ ഷോ ലോഗ്. സോ എല്ലാം UI മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ലോജിക്ക് ഒന്നും നമ്മൾ എഴുതിയിട്ടില്ല. സോ ഇതിൽ ലോജിക്കൊക്കെ നമ്മൾ ഇനി എഴുതേണ്ടതുണ്ട്. ഓക്കെ. സോ ജസ്റ്റ് ഇവിടെ മോൺസ്റ്റർ ഹെൽത്തും പ്ലെയർ ഹെൽത്തും പിന്നെ 4 ബട്ടണും നമ്മളിവിടെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത്രയും നമ്മൾ ചെയ്തിട്ടുള്ളൂ. ക്ലിക്ക് ചെയ്തൊന്നും സംഭവിക്കുന്നില്ല. ഓക്കെ. അതൊക്കെയാണ് നമ്മളിന്ന് വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത്. സോ സ്റ്റെപ്പ് 1 എന്ന് പറഞ്ഞാൽ ഞാനിൽ സ്ക്രിപ്റ്റിലാണ് നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്യേണ്ടത്. സോ ഞാനിവിടെ നമ്മുടെ app.js പോവാം. അവിടെയാണ് നമ്മൾ എഴുതാൻ ഉദ്ദേശിക്കുന്ന സ്ക്രിപ്റ്റൊക്കെ. സോ ഇവിടെ ഞാൻ ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുകയെന്ന് വെച്ചാൽ 2 വേരിയബിൾ ക്രിയേറ്റ് ചെയ്യണം. ഒന്ന് ഞാൻ കൊടുക്കുന്നത് കോൺസ്റ്റ് അറ്റാക്ക് വാല്യൂ കൊടുക്കാം. അറ്റാക്ക് വാല്യൂ =10 എന്ന് ഞാൻ കൊടുത്തു. പിന്നെ ലെറ്റ് ചൂസ് മാക്സ് ലൈഫ് ഞാനൊരു 100 കൊടുത്തു. ഓക്കെ. എന്നിട്ടൊന്ന് സേവ് ചെയ്യാം. സോ ഇവിടെ ചൂസ് മാക്സ് ലൈഫ് വേരിയബിളാണ് ഞാൻ ക്രിയേറ്റ് ചെയ്തത്. കാരണം അത് ലേറ്റർ നമ്മൾ യൂസർ ലൈൻ ചോദിക്കും ആക്ച്വലി. സോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ മാക്സ് ലൈഫ് ഞാനിവിടെ കൊടുക്കുന്നത് തൽക്കാലം. ഇത് നമ്മൾ ലേറ്റർ നമുക്ക് ആവശ്യമുള്ളതുകൊണ്ടാണ് ഇവിടെ വേരിയബിൾ ക്രിയേറ്റ് ചെയ്ത് ചൂസ് മാക്സ് ലൈഫ് എന്ന് പറഞ്ഞിട്ട് വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് ഞാനത് 100 എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ. സോ പിന്നെ ഇപ്പോൾ തൽക്കാലം അത് ഹാർഡ് കോഡഡ് ആണ്. നമുക്ക് ലേറ്റർ നമുക്ക് ചേഞ്ച് ചെയ്യാം, നമുക്ക് നോക്കാം. ഓക്കെ. സോ പിന്നെ നമ്മൾ കൊടുക്കുന്നത് അറ്റാക്ക് വാല്യൂ ആണ് ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്നത്. അറ്റാക്ക് വാല്യൂ ഞാൻ അപ്പർ കേസിൽ എഴുതിയിരിക്കുന്നത് വെച്ചാൽ നമ്മൾ ഡെവലപ്മെൻറ്റിലൊക്കെ വർക്ക് ചെയ്യുന്ന ടൈമിൽ കൺവെൻഷനായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കാരണം ഗ്ലോബൽ കോൺസ്റ്റൻസ് ഒക്കെ എപ്പോഴും ഓൾ ക്യാപ്സായിട്ട് നമ്മൾ എഴുതുക. സോ അതുകൊണ്ടാണ് ഞാനിവിടെ attack_value എന്ന് പറഞ്ഞത്. കാരണം അത് ഗ്ലോബൽ വേരിയബിൾ ആണ് അക്രോസ് പ്രൊജക്റ്റിൽ. സോ അതിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ. സോ ഇനി നമുക്കെന്ന് വെച്ചാൽ vendor.js ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ കുറച്ച് ഫംഗ്ഷൻസ് ഒക്കെ ഓൾറെഡി നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ. സോ ഓൾറെഡി ഉള്ള ഫംഗ്ഷനാണ് ഒന്ന് അഡ്ജസ്റ്റ് ഹെൽത്ത് ബാർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കാണാൻ പറ്റും ഇവിടെ അഡ്ജസ്റ്റ് ഹെൽത്ത് ബാർ. ഓക്കെ. സോ ഇത് ബേസിക്കലി ഈ പ്രോഗ്രസ് ബാറിൻ്റെ മാക്സ് വാല്യൂസൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. സോ ബേസിക്കലി ഇത് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ UIയിലും കറസ്പോണ്ടിങ്ങിൽ ചേഞ്ച് ആവും. പിന്നെ നമുക്കെന്ന് വെച്ചാൽ vendor.js നമുക്ക് DOM എലമെൻറ്റ്സ് ഓൾറെഡി എക്സ്പോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ അറ്റാക്ക് BTN കണ്ടോ, ഈ അറ്റാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന ടൈമിൽ നമുക്ക് കിട്ടുന്നുണ്ട്, അറ്റാക്ക് BTN കിട്ടുന്നുണ്ട് ഇവിടെ. ഓക്കെ. ഇപ്പോൾ ഇവന്റ് ലിസ്റ്റർ വെച്ചിട്ട് നമുക്ക് ആഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഫസ്റ്റ് അത് ആഡ് ചെയ്യാം. നമുക്ക് അറ്റാക്ക് ബട്ടൺ ഇവിടെ എടുത്തിട്ട് അറ്റാക്ക് BTN സ്പേസ് വായിക്കാൻ എളുപ്പത്തിൽ അറ്റാക്ക് BTN .add event listener എന്നിട്ട് ഞാനിവിടെ എഴുതാണ് ക്ലിക്കിന് ഞാനൊരു ഫങ്ഷൻ കൊടുക്കുകയാണ് തൽക്കാലം. അറ്റാക്ക് F എന്ന് പറഞ്ഞ് ഞാൻ കൊടുത്തു. ഓക്കെ. ഇനി നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ഈ അറ്റാക്ക് FN എങ്ങനെ എവിടെ ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് നോക്കാം.
സോ അത് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇപ്പം ഞാൻ അവിടെ വെച്ചേക്കാണ്. ഓക്കെ, അറ്റാക്ക് FN ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. അത് നമ്മളിപ്പോൾ ചെയ്യുന്നത്. സോ ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ vendor.jsൽ ഓൾറെഡി നമ്മളൊരു ഫംഗ്ഷൻ, വേറെ ഫംഗ്ഷനും കൂടിയുണ്ട്. എന്താണ്, ഡീൽ മോൺസ്റ്റർ ഡാമേജ് എന്ന് പറഞ്ഞ് കിടക്കുന്നുണ്ട്. ഓക്കെ, സോ ഇത് മോൺസ്റ്ററിൻ്റെ ഹെൽത്തിനാണ് കുറയ്ക്കുന്നത് ആക്ച്വലി ഈ ഫംഗ്ഷൻ. ബേസിക്കലി ഇത് റെഡിമെയ്ഡ് ഫംഗ്ഷനാണ്. അത് എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഇതിൽ എടുത്തിട്ട് ഒരു ഡാമേജിൻ്റെ വാല്യൂ എടുത്തിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് എന്നിട്ട് അതിനെ വെച്ച് കുറയ്ക്കും, മോൺസ്റ്ററിൻ്റെ ഹെൽത്ത് കുറയ്ക്കുന്നുണ്ട്. ഓക്കെ, സോ ഇൻസൈഡ് നമ്മൾ എന്താ വെച്ചാൽ ഈ അറ്റാക്ക് ഫംഗ്ഷൻ്റെ ഉള്ളിൽ ഞാൻ എന്താ പ്ലാൻ എന്ന് വെച്ചാൽ ഞാൻ അറ്റാക്ക് ചെയ്യണല്ലോ. അപ്പോൾ ഫംഗ്ഷൻ അറ്റാക്ക് FN എന്നിട്ട് ഞാനിവിടെ എഴുതാണ് കോൺസ്റ്റ് ഡാമേജ് ഈക്വൽ ടു ഡീൽ മോൺസ്റ്റർ ഡാമേജ് ഓഫ്, നമുക്ക് 10 അറ്റാക്ക് വാല്യൂ വെച്ച് കുറയ്ക്കാം. അറ്റാക്ക് വാല്യൂ എന്നിട്ട് ഞാനിവിടെ ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാം. ലെറ്റ് കറണ്ട് മോൺസ്റ്റർ ഹെൽത്ത് ഞാൻ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഇനീഷ്യലി അത് 100 ആയിരിക്കും. എന്നിട്ട് കറണ്ട് മോൺസ്റ്റർ ഹെൽത്ത് ഞാൻ ഈക്വൽ ടു മൈനസ് ഈക്വൽ ടു കുറയ്ക്കുകയാണ്. ഡാമേജ് വെച്ചിട്ട് നമുക്ക് കിട്ടുന്ന ഡാമേജ് വെച്ച് കുറയ്ക്കാം. ഓക്കെ, ഒന്ന് ചെയ്യാം. സോ ബേസിക്കലി ഇത് മോൺസ്റ്റർ ഹെൽത്തിന് വാല്യൂ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. UI അപ്ഡേറ്റ് ചെയ്യുന്ന പാർട്ട് vendor.jsൽ ഓൾറെഡി അത് ഹാൻഡിൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഓക്കെ, ഇനി നമുക്ക് കോഡ് സേവ് ചെയ്ത് ബ്രൗസർ റീലോഡ് ചെയ്ത് നോക്കാം. അറ്റാക്ക് ഫംഗ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം നമ്മുടെ ഫംഗ്ഷനാലിറ്റിക്ക് വർക്ക് ആവുന്നുണ്ടോയെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഞാനത് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് അറ്റാക്ക് ഇപ്പോൾ നമുക്ക് മനസ്സിലാവേണ്ടത് ഇത് കുറഞ്ഞ് വരുന്നുണ്ട്. അറ്റാക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇത് കുറഞ്ഞ് മോൺസ്റ്ററിൻ്റെ ഹെൽത്ത് കുറഞ്ഞ് വരുന്നുണ്ട്. നമ്മൾ തൽക്കാലം ഈ അറ്റാക്ക് മാത്രമേ എഴുതിയിട്ടുള്ളൂ. സോ ലാസ്റ്റ് അത് 0-ൽ വന്ന് എത്തുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നമുക്ക് മോൺസ്റ്റർ ഹെൽത്ത് ബാർക്ക് ഇപ്പോൾ സ്ട്രിങ് ആവുന്നുണ്ട്. സോ റാൻഡം ആയിട്ടാണ് സ്ട്രിങ് ആവുന്നത്, ബിക്കോസ് നമ്മൾ math.random ആണ് യൂസ് ചെയ്തത് vendor.jsൽ. ഓക്കെ, അതുകൊണ്ടാണ് എപ്പോഴും കോൺസ്റ്റൻ്റ് അല്ല, റാൻഡം ആയിട്ട്. ചിലപ്പോൾ ഡാമേജിൽ നല്ലോണം കുറയും, ചിലപ്പോൾ കുറച്ചേ കുറയുള്ളൂ. സോ അത് ബേസിക്കലി ഇതുള്ളത് കൊണ്ടാണ്, ഈ math.random ഉള്ളതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഓക്കെ, ഇനി ലോജിക്കിലെ മെയിൻ പാർട്ട് ബേസിക്കലി നമ്മൾ എഴുതേണ്ടതെന്ന് വെച്ചാൽ മോൺസ്റ്റർ ഡെഡ് ആണോ, പ്ലെയർ ഡെഡ് ആണോ, ബോണസ് ലൈഫ് യൂസ് ചെയ്യണോ, പിന്നെ ഗെയിം റീസ്റ്റാർട്ട് ചെയ്യണോ, ഇതെല്ലാം നമുക്ക് യൂസ് ചെയ്യേണ്ടതുണ്ട്. സോ ഇതെല്ലാം നമ്മൾ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് വെച്ച് ഹാൻഡിൽ ചെയ്യണം. സോ ഇത് പെർഫെക്റ്റ് ഏരിയ ആണ്, നമുക്ക് ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്സും ലോജിക്സ് ഒക്കെ ആഡ് ചെയ്യാനുള്ള പെർഫെക്റ്റ് ഏരിയ ആണ് ആക്ച്വലി ഈ പ്രൊജക്റ്റ്. ഈ ജസ്റ്റ് ഞാൻ ആഡ് ചെയ്ത് വെച്ചെന്നുള്ളൂ, വേറെ ഒന്നും കറൻ്റ് ഇല്ല. അറ്റാക്ക് മാത്രം നമ്മൾ കൊടുക്കും. ഇപ്പോൾ റീലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. ഇത് വെച്ച് കുറച്ചുകൊണ്ടിരിക്കാം. തൽക്കാലം ഇപ്പോൾ അതേ നടക്കുന്നുള്ളൂ നമ്മുടെ പ്രൊജക്റ്റിൽ. ഓക്കെ, ഇടയ്ക്ക് നല്ലോണം കുറയുന്നു, ഇടയ്ക്ക് കുറച്ച് കുറയുന്നു അറ്റാക്ക് ഹെൽത്ത്. ഓക്കെ, ഇനി ഇതുവരെ നമ്മൾ അറ്റാക്ക് ലോജിക് സക്സസ്ഫുള്ളി ഇംപ്ലിമെൻറ്റ് ചെയ്തു എന്ന് പറയാം. ഇനി നമുക്ക് വെച്ചാൽ ആഡ് ഓർ വിൻ കണ്ടീഷൻസ് വേണം, ബോണസ് ലൈഫ് വേണം, ഹീലിംഗ് ലോജിക്ക് വേണം. ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, നമ്മുടെ ആപ്ലിക്കേഷനിൽ. സോ അതൊക്കെ നമ്മൾ അപ്കമിങ് വീഡിയോസിൽ യൂസ് ചെയ്യുന്നതാണ്. സോ നമ്മളിപ്പോൾ എന്താ ക്രിയേറ്റ് ചെയ്തതെന്ന് വെച്ചാൽ നമ്മളുടെ ഫംഗ്ഷൻ മാത്രം ക്രിയേറ്റ് ചെയ്തു. ആഡ് അറ്റാക്ക് BTN ഇവിടെ നമ്മൾ എഴുതിയിട്ടുണ്ട്. ഡോമിനെ കിട്ടുന്നുണ്ട്, ബട്ടൻ്റെ ഡോം കിട്ടുന്നുണ്ട്. സോ അത് വെച്ചിട്ട് നമ്മൾ ഓൺ ക്ലിക്ക് ഇവൻറ്റ് ഹാൻഡലർ ആഡ് ചെയ്തു. എന്നിട്ട് ഞാൻ പറഞ്ഞു ഈ ഫംഗ്ഷൻ അറ്റാക്ക് FN കോൾ ചെയ്യാൻ പറഞ്ഞു. അറ്റാക്ക് FNൽ നമ്മൾ ഡീൽ മോൺസ്റ്റർ ഡാമിൽ ഓൾറെഡി റെഡിമെയ്ഡ് ഫംഗ്ഷൻ ഉണ്ട് ഇതിനുള്ളിൽ. സോ ഇത് നമ്മൾ അവിടെ കോൾ ചെയ്തു ഡീൽ മോൺസ്റ്റർ ഡാം. എന്നിട്ട് ഞാനിവിടെ അറ്റാക്ക് വാല്യൂ 10 വെച്ച് പാസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഞാനിവിടെ കറണ്ട് മോൺസ്റ്റർ ഹെൽത്തിൻ്റെ വാല്യൂ ഒന്ന് സേവ് ചെയ്ത് വയ്ക്കും, ഒരു വേരിയബിളിലേക്ക് ഇട്ട് വയ്ക്കുന്നു മാത്രം ഇപ്പോൾ തൽക്കാലത്തേക്ക്. ലേറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്, ഇപ്പോൾ ഇട്ട് വയ്ക്കുന്നത് മാത്രം. സോ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് റാപ്പ് അപ്പ് ചെയ്യുകയാണ്. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്സ് എ ലോട്ട്, ബൈ.